Okay, good afternoon. Good afternoon, teacher. Okay. Jasmine, Sharon, Tushara. Okay, മൂന്നുപേരുണ്ട് അല്ലെ. Then നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലുള്ള എന്താണ് മോണിറ്ററിംഗ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇന്ന് ജൂൺ 14. എന്താണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത? മൂന്നവർക്ക് അറിയാമോ? ജൂൺ 14 എന്താണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത അറിയോ? മൂന്നുപേർക്കും അറിയില്ല. ഷാരോൺ, ജാസ്മിൻ, തുഷാര, ആർക്കും അറിയില്ല? ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. മൂന്നുപേർക്ക് അറിയില്ല? ഇല്ല മിസ്. ടീച്ചർ. ഓക്കെ, ഇന്ന് ജൂൺ 14 എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അതായത് രക്തദാനം. നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്യാറില്ല, ബ്ലഡ് ഡൊണേഷൻ. സോ അതുകൊണ്ട് ലോക രക്തദാന ദിനമാണ് ഇന്ന് ജൂൺ 14 കേട്ടോ. ഇനി മറന്നു പോകരുതും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിന് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ ചെയ്യണല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഒരു ജോലിക്ക് കയറാനായിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കാം അല്ലെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ജൂൺ 14 ലോക രക്തദാന ദിനം. ഇനി നമ്മൾ പറഞ്ഞു ലോക രക്തദാന ദിനം. ഈ ഒരു ജൂൺ 14 വേറൊരു വ്യക്തിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് കൂടി നമ്മൾ ഈ ജൂൺ 14 പറയുന്നുണ്ട്. ആരാണ് ആ വ്യക്തി എന്ന് അറിയാമോ? നോക്കാം. കോൾ ലാൻഡ് സ്റ്റെയ്നർ. കോൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ, ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, ജന്മദിനം കൂടിയാണ് ജൂൺ 14. അതുകൊണ്ടാണ് ഈ ജൂൺ 14 രക്തദാന ഡേ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹമാണ് നമ്മള് ബ്ലഡില്, നിങ്ങൾക്ക് ഓരോരുത്തരുടെ 3 പേരുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് അറിയാമോ? ഏതാണ് ഷാരോന്റെ ബ്ലഡ് ഗ്രൂപ്പ്? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്. ഓക്കെ, 3 പേരുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ അറിയാലോ? അറിയാം ടീച്ചർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് ടോട്ടല് അറിയോ? മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് ഉള്ളത്. 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പ്സുകൾ, അതായത് ഓരോരുത്തരിലും ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. എല്ലാവരും ഇപ്പൊ ഷാരോണിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല, ജാസ്മിന്റെ അല്ലെ, ജാസ്മിന്റെ അല്ല തുഷാരയുടെ. എല്ലാവരുടെയും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളായിരിക്കും ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പുകളെ കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് കോൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന് പറയുന്നത്. നിങ്ങൾ സ്പെല്ലിംഗ് ഒന്ന് എഴുതിയെടുക്കണേ. ബുക്ക് ഉണ്ടോ കയ്യിൽ 3 പേരുടെയും? ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ജൂൺ 14 ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇത് ആരുടെ പേരില് അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ഇതിലാണ് അറിയപ്പെടുന്നത് കൂടി എഴുതാട്ടോ. സ്പെല്ലിംഗ് എഴുതിക്കോ, ഞാൻ പറയട്ടെ. ഓക്കെ, ഷാരോൺ, തുഷാര, ബുക്കും പേനൊക്കെ ഉണ്ടോ കയ്യില്? അപ്പൊ പറയാം, എഴുതിയെടുത്തോ കേട്ടോ. കോൾ, KARL, KARL, കോൾ. ലാൻഡ്, LAND, ലാൻഡ്. നമ്മൾ പറയുന്നത് ലാൻഡ്. ലാൻഡ്. സ്റ്റെയ്നർ, STEINER, സ്റ്റെയ്നർ, STEINER, സ്റ്റെയ്നർ. കോൾ ലാൻഡ് സ്റ്റെയ്നർ, അദ്ദേഹമാണ് ഈ പറഞ്ഞ 4 ബ്ലഡ് ഗ്രൂപ്പുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇനി 3 പേരെ ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ ഇത്. ഓക്കെ, പിന്നെ ബാക്കി റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും ഈ ഒരു ഡേറ്റും അത് ആരുടെ പേരിലാണ് ആ ഡേറ്റ് അറിയപ്പെടുന്നതും മറക്കരുതും. നമ്മൾ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണ്ടേ. മേ ബി നിങ്ങൾക്ക് നാളെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഉപകരിച്ചേക്കാം. ഇനി മറക്കുമോ 3 പേരും? ഓക്കെ, അപ്പൊ ജൂൺ 14 രക്തദാന ദിനം. അത് കോൾ ലാൻഡ് സ്റ്റെയ്നർ, കാരണം അദ്ദേഹമാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ്സുകളെ കണ്ടെത്തിയത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു ജസ്റ്റ് അതിനെ പറ്റി ഒന്ന് ഇന്നത്തെ ഒരു ഡേ ആയതുകൊണ്ട് പറയുന്നു.
നമുക്കറിയാം മനുഷ്യ ശരീരത്തില് നമ്മുടെ ശരീരത്തില് രക്തമുണ്ട് അല്ലെ, ഒത്തിരി ധാരാളം രക്തമുണ്ട്. നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു പുഴ പോലെ നമുക്ക് രക്തത്തിൽ സങ്കല്പിക്കാം അല്ലെ. ഒരു ഒഴുകുന്ന ഒരു പുഴയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. ആ പുഴയുടെ ഒഴുകുന്ന ആ വെള്ളത്തിന്റെ നിറം എന്താണ്? റെഡ് കളർ അല്ലെ, അതായത് ബ്ലഡ്. ആ ഒരു പുഴയുടെ ഒഴുക്ക് എപ്പോ നിലയ്ക്കുന്നോ അപ്പൊ നമ്മളുടെ ജീവൻ നിലയ്ക്കും, അങ്ങനെയല്ലേ? രക്തമൊന്നും ഇല്ല, രക്തമൊട്ടുമില്ല, പമ്പിങ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മരണപ്പെട്ടു പോകും. നമ്മുടെ ശരീരത്തിൽ ഒരു ഒഴുകുന്ന പുഴയാണ്. പുഴ നിലച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ശരീരം നിലയ്ക്കും അല്ലെ. ഇനി നമുക്കറിയാം ഇപ്പൊ ഏത് തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും, കറുത്ത വർഗ്ഗക്കാരായിക്കോട്ടെ, വെളുത്ത വർഗ്ഗക്കാരായിക്കോട്ടെ, ഏത് ടൈപ്പുള്ള ആളുകളാണെങ്കിലും അവരുടെ ബ്ലഡിന്റെ നിറം എന്താണ്? റെഡ് തന്നെ ആയിരിക്കും അല്ലെ. എല്ലാവർക്കും ഒരേ കളറിൽ ബ്ലഡ് ആണ് ഉള്ളത്. നമുക്ക് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ രക്തം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൊണ്ടുള്ള ഗുണങ്ങള്? ഓക്സിജൻ എത്തിക്കും. ഓക്സിജൻ, അതായത് നമുക്കറിയാം ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജനെയൊക്കെ ശരീരത്തിൽ വഹിക്കുന്നു. ഓക്കെ, ഓക്സിജൻ മാത്രമാണോ? ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാൻ. ഓർഗൻസ് ഫങ്ഷൻസ് ചെയ്യാനും പിന്നെ എന്താണ് ഓക്സിജനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ എന്തൊക്കെയുണ്ട് ധർമ്മങ്ങള്? നമുക്കറിയാം നമ്മുടെ ശരീരത്തില് അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യും. നമ്മുടെ ശരീര ഊഷ്മാവ്, താപം അതൊക്കെ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. ഇതൊക്കെയാണ് ഒരു ബ്ലഡിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ജസ്റ്റ് ആ ഒരു എന്താ പറയാ ബ്ലഡ് ഡൊണേഷൻ ആയതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ച് ടീച്ചർ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊരു പുതിയൊരു അറിവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇത് ഈ ഒരു ഡേ നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടും 4 ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 ബ്ലഡ് ഗ്രൂപ്പുകൾ? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ആൻഡ് ഒ അല്ലെ. ഓ പോസിറ്റീവ് ആണ് നമ്മൾ പറയുന്നത് എല്ലാവരുടെയും സ്വീകരിക്കാനും കൊടുക്കാനും സാധിക്കുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇപ്പൊ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് 5 യൂണിറ്റ് രക്തം നമ്മൾ ദാനം ചെയ്യുമ്പോ ഒരു 350 മില്ലിലിറ്റർ രക്തം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ്. നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല നമുക്കൊരു എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നത് കേട്ടോ. കാരണം ഒരു ബ്ലഡിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കാത്തിരിക്കുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു ബ്ലഡ് അവരുടെ ശരീരത്തിലോട്ട് കയറി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പൊ മാക്സിമം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ എന്ത് ചെയ്യാം? ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ജാസ്മിൻ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? എന്താണ്? ചെയ്തിട്ടില്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പറ്റുന്ന അവസരത്തിലൊക്കെ നമുക്ക് ബ്ലഡ് നമ്മളുടെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അത്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഒരു രക്തം ദാനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വീകരിക്കുന്ന ആ വ്യക്തിയുടെയും ദാതാവിന്റെയും രക്തഗ്രൂപ്പുകളൊക്കെ കറക്റ്റ് ആണോ, അങ്ങോട്ട് മാറിയൊന്നും പോകരുത്. അതൊക്കെ പ്രോപ്പർ ആയിട്ടൊക്കെ ചെക്ക് ചെയ്യണം അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പൊ ചില കേസസിൽ നമുക്ക് രക്തദാനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസസ് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ പ്രഗ്നന്റ് ആയ വുമൻസിനൊന്നും നമുക്ക് കാരണം അവർക്ക് അവരുടെ ശരീരത്തിൽ രക്തം ആവശ്യമാണ്. അതുപോലെ ഫീഡിങ് ചെയ്യുന്നവർക്ക്, കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നവർക്കും രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പറഞ്ഞു ഇപ്പോ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്കൊന്നും അവർക്ക് ബ്ലഡിൽ ആ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാൻസർ പേഷ്യൻസ് അവർക്കൊക്കെ രക്തത്തിന്റെ അത്യാവശ്യമാണ് അവരുടെ ശരീരത്തിൽ. സോ അവർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അല്ലാത്ത കേസസുകാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു അമൂല്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസരം, ഇങ്ങനെ അസുഖങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെ ആണെങ്കിൽ പറ്റുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ജൂൺ 14 ബ്ലഡ് ഡൊണേഷൻ ഡേ. ഇത് കോൾ ലാൻസ് സ്റ്റെയ്നർ, അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനം കൂടിയാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പുകളെ പ്രധാനമായിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ടീച്ചർ ആ ഒരു ഡേ ആയതുകൊണ്ട് അതിന്റെ ഒരു
ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിവ് കിട്ടിയില്ലേ? ഈ ഒരു ദിവസത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയില്ലേ? Yes, teacher. ഓക്കെ, ഇനി മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ഇന്റർവ്യൂസിന് കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇവിടെ നമ്മള് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞത്? ഈ ഒരു ചാപ്റ്റർ മൊത്തം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞത് പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും നഴ്സസിന്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അതൊക്കെ തന്നെയാണ് സെയിം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അല്ലെ? ദെൻ നമ്മള് ഒബ്ജക്റ്റീവ്സ് നോക്കിയായിരുന്നു അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യങ്ങള് ലക്ഷ്യങ്ങള് കുറച്ച് നോക്കിയായിരുന്നു. കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മള് ലക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഷാരോൺ ആ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ച പോയിന്റുകൾ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. Healthcare institutions are basically patient-centered. Patient satisfaction is the strongest determinant of hospital functioning. Ultimate goal of the hospital is the contentment of its customers. കസ്റ്റമറിന്റെ സംതൃപ്തിയാണ് ഹോസ്പിറ്റലിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, not only to safety and care for patient and families, but also positive outcome for the staff, the community and health organization. അതായത് നമ്മൾ പറഞ്ഞു കുടുംബത്തെയും സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല, പറഞ്ഞത് ആരോഗ്യ സംഘടനകളും നല്ല ഫലങ്ങൾ പ്രാവർത്തികമാക്കുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് വായിച്ചോളൂ. Patient satisfaction on workers' motivation, dedication and towards the patient. അല്ലെ? തൊഴിലാളികളുടെ പ്രചോദനത്തിനും അർത്ഥബോധത്തിനും പിന്നെ എന്താണ് ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞത് അല്ലെ? ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? മെഷറിംഗ് നമുക്ക് എങ്ങനെയൊക്കെയാണ്, എന്ത് ഇമ്പോർട്ടൻസ് മെഷറിംഗ്, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത് അല്ലെ? നമ്മൾ മെയിൻ ആയിട്ട് 5 റീസൺസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ നോട്ടിൽ എഴുതിയില്ലേ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് നോട്ട്ബുക്കില്? ഓക്കെ, നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ് ടോപ്പ് ടയറിലുള്ള ഏറ്റവും ഉയർന്ന രോഗി പരിചരണ സേവനങ്ങൾ നൽകുക. ദെൻ നമ്മൾ പറഞ്ഞു ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസിന് അത് മെഷർ ചെയ്യുക. ദെൻ ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യന്റ്, മിഫ്ഡ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പിണക്കം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുക ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവര്. ഓക്കെ, ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ കെയർ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക. Then to improve patient retention മീൻസ് ധാരണ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണയൊക്കെ കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞില്ലേ ഇമ്പോർട്ടൻസ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടുന്നത് അല്ലെങ്കിൽ അവരളക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോണേന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിലാണ് നോക്കാൻ പോകുന്നത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ അതായത് ഉയർന്ന തരത്തിലുള്ള നല്ലൊരു സേവനം അല്ലെങ്കിൽ രോഗി പരിചരണം നൽകുക. ഓക്കെ, തുഷാര വായിച്ചോളൂ, ഫസ്റ്റത്തെ ആ പാരഗ്രാഫ് വായിച്ചേ. Measuring patient satisfaction helps the hospital ascertain the areas of improvement and centers on to provide better patient care services. Achieving a high level of satisfaction is directly dependent on the high
quality patient care services given by the team of specialized doctors and hospital staff. The entire staff must consider patients with warmness, from the receptionist who arranges the appointment, doctors providing the right treatment, to the nurse taking vital stats of the patients. ഓക്കെ, വായിച്ചിട്ട് മീനിങ് മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 3 പേരും ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം കൂടി വായിക്കാം. എന്നിട്ട് മീനിങ് എന്തൊക്കെയാണ് എന്നൊന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കി നോക്കി, എന്നിട്ട് നമുക്കത് വിശദീകരിക്കാം. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഓക്കെ, 3 പേര് വായിച്ചോ? വായിച്ചു കഴിഞ്ഞായിരുന്നോ 3 പേരുടെ? ഓക്കെ, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് എന്താണ് അവിടെ പറയുന്നത്? ഷാരോൺ, ജാസ്മിൻ, തുഷാര, ആർക്കും ഒരു ഐഡിയ ഇല്ലേ? ഒരാളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് അവിടെ പറയുന്നത്? മെഷറിംഗ്, കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്തോ, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞോളൂ. ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്ന, ആ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഉറപ്പുവരുത്തുന്ന, ബെറ്റർ പേഷ്യന്റ് കെയർ നൽകുന്നതിനുള്ള ഒരു ഉറപ്പ് കൊടുക്കും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കാം. Measuring patient satisfaction helps the hospital ascertain the areas of improvement and centers on to provide better patient care services. അല്ലെ, നമുക്കറിയാം. ദെൻ നോക്കാം, അതായത് രോഗി അളക്കുന്നത്, അല്ലെ, മെഷർ ചെയ്യാന്ന് വെച്ചാൽ അളക്കുക എന്നുള്ള മീനിങ് ആണ്, അല്ലെ. അപ്പോ രോഗിയെ അളക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു ആശുപത്രിയെ എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ മെച്ചപ്പെടുത്തുന്ന മേഖലകളെ സഹായിക്കുകയും, അല്ലെങ്കിൽ എന്താണ്, ഒരു നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട രോഗി പരിചരണ സേവനങ്ങൾ, അല്ലെ, ടു പ്രൊവൈഡ് ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസ് സേവനങ്ങൾ നൽകുന്നതിനും ആ ഒരു ഇതിനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്താ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു മെച്ചപ്പെട്ട മേഖലകൾ മീൻസ് ഓരോ സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ, മെച്ചപ്പെട്ട മേഖലകളെയൊക്കെ സഹായിക്കുകയും ഇംപ്രൂവ്മെന്റ് ചെയ്യുകയും, അല്ലെങ്കിൽ കൂടുതലും മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ള ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസസുകൾ, കൂടുതൽ രീതിയിലുള്ള നല്ല ചികിത്സകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനും കേന്ദ്രത്തെ സഹായിക്കുന്നു. സെന്റേഴ്സ് മീൻസ് ഈ ഹോസ്പിറ്റലുകൾ തന്നെയാണ് ഈ കേന്ദ്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കേന്ദ്രങ്ങളെ സഹായിക്കുന്നു. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാനില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ പേഷ്യൻസിന്, അതായത് അവരെ മെഷർ ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിനെ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനും എല്ലാം സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ നോക്കാം, അച്ചീവിംഗ് എ ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡയറക്ട്ലി dependent on the high quality patient care services given by the team of specialized doctors and hospital staff. The entire staff must consider patient with warmness, from the receptionist who arranges the appointment, doctors providing the right treatment, to the nurse taking vital stats of the patients. എന്താണ് പറയുന്നത്? ഒരു ഐഡിയ കിട്ടിക്കാണില്ലല്ലേ 3 പേർക്കും? നല്ല ഐഡിയ കിട്ടിയോ? മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചിട്ട്? മനസ്സിലായോ? ജാസ്മിൻ, ഷാരോൺ, തുഷാര, എന്ത് നിങ്ങൾ ഇന്ന് റെസ്പോൺസ് ഇല്ലാത്ത? 3 പേരും ഉറക്കണോ? ഇല്ല, മനസ്സിലായി. എല്ലാ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോറായിട്ട് ഉറങ്ങിയാണ് 3 പേരും? ഓക്കെ,
റെസ്പോൺസ് ഒക്കെ വേണം കേട്ടോ, പെട്ടെന്ന് ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് 2 ക്ലാസ് കഴിഞ്ഞായിരുന്നു, 1 ക്ലാസ് കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ടീച്ചർ. ഓക്കെ, എന്ത് പറ്റി? ഉറങ്ങിപ്പോയോ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും 3 പേരും? ഇല്ല ടീച്ചർ. ആകെ എല്ലാവരും ഇന്നൊരു ഉഷാറില്ലാട്ടോ, 3 പേർക്കും ഒരു ഉഷാറില്ലാട്ടോ. ഒന്ന് പെട്ടെന്ന് വായിക്കണ്ടേ നമ്മള്? ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ പറയുന്നത് എന്താണ്? അതായത് അച്ചീവിംഗ് എ ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസ് ബൈ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും ആ ഒരു ടീം നൽകുന്ന ഉയർന്ന നിലവാരം, അതായത് നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു സർവീസസ് രോഗി പരിചരണത്തിന് നേരിട്ട് ആശ്രയിച്ചിരിക്കും അല്ലെ. അതായത് ഉയർന്ന തരത്തിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷനും അതിലൂടെ നേടാൻ സാധിക്കും. നിങ്ങൾ ആ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി പോവാട്ടാ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ടീച്ചർ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം അവരുടെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നല്ല രീതിയിലുള്ള നമുക്ക് എന്ത് ചെയ്യും, ഒരു സംതൃപ്തി കിട്ടും. പേഷ്യന്റിനെ സംബന്ധിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ഇങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി നമുക്കുള്ള അങ്ങനത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെ പേഷ്യന്റിന് ഭാഗത്തു നിന്ന് ലഭിക്കുക. ഓക്കെ, ഇനി the entire staff must consider patient with a warmness from the receptionist who arrange the appointment, doctors providing the right treatment to the nurse taking vital stats of patients. അവിടെ എന്താ പറയുന്നത്? രോഗികളെ സംബന്ധിച്ച് വരുന്ന രോഗികളുടെ സുപ്രധാന വിവരങ്ങൾ അല്ലെ, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെയുള്ള വിവരങ്ങൾ എടുക്കുന്ന നഴ്സിന് ശരിയായ ചികിത്സ നൽകുന്ന ഒരു ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ഏർപ്പാടാക്കി റിസപ്ഷനിൽ നിന്നുള്ള മുഴുവൻ ജീവനക്കാരും രോഗികളെ പരിഗണിക്കുക. മീൻസ് എന്താണ്? വേറെ ഒന്നുമല്ല, അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇപ്പൊ രോഗിയുടെ അസുഖത്തിന്റെ ആയിക്കോട്ടെ ആ ഒരു സിറ്റുവേഷന്റെ എല്ലാ വിവരങ്ങളും എടുക്കുന്ന ഒരു നഴ്സിന് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ട് നൽകുന്ന ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫിസിഷ്യനെ കാണാം. ഇപ്പൊ ചില അസുഖങ്ങൾക്ക് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ ന്യൂറോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കയ്യോ കാലോ എന്തെങ്കിലും കൊടിയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലിന്റെ ഡോക്ടറെ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇന്ന ഡോക്ടറെ കാണും, കാരണം എല്ലിന്റെ ആ ഡോക്ടറാണ് സ്പെഷ്യലൈസ് അല്ലെ. അപ്പൊ ആ ഒരു നഴ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ രോഗികളുടെ ആ ഒരു വിവരങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു നഴ്സിന് എന്താണ് ശരിയായിട്ട് ചികിത്സ ട്രീറ്റ്മെന്റ് നൽകുന്ന ആ ഒരു ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ഏർപ്പാടാക്കിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ റിസപ്ഷനിൽ നിന്നുള്ള മുഴുവൻ ജീവനക്കാരും രോഗികളെ പരിഗണിക്കണം. റിസപ്ഷനിൽ ചെന്നിട്ടല്ലേ നമ്മൾ ചീട്ട് എടുക്കുന്നത്. ആ ഒരു റിസപ്ഷൻകാരാണ് ഇവരെ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ട് റിസപ്ഷനിലുള്ളവര് പ്രവർത്തിക്കണമെന്ന്. മീൻസ് അവരാണല്ലോ അപ്പോയിന്റ്മെന്റ് എടുത്ത് തരുന്നത്. ചിലപ്പോൾ നമ്മൾ റിസപ്ഷനിൽ ചോദിക്കും ഏത് ഡോക്ടറാണുള്ളത്, ഫിസിഷ്യൻ ഏതാണുള്ളത്, ഏതാണ് നല്ല ഫിസിഷ്യൻ, അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ റിസപ്ഷനിൽ പോയി ചോദിക്കാറില്ല അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. അപ്പോ അവര് പേഷ്യൻസിനോട് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് അവിടെ. അത്രമാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയറിൽ പറയുന്ന കാര്യങ്ങൾ. 3 പേർക്ക് ക്ലിയർ ആയോ? പെട്ടെന്നൊരു കണക്ഷൻ ഇല്ലാത്ത പോലത്തെയാണ് എങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. 3 പേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, നമുക്കിത് കൂടുതലേ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ മീനിങ് മാത്രം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ചില കേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ തന്ന് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കി ഒന്ന് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് പറഞ്ഞു. ഇനി what hospitals do to enhance patient care service? എന്താണ് അതിന്റെ അർത്ഥം? What hospitals do to enhance patient care services എന്താണ് അവിടെ അർത്ഥമാക്കുക? അതായത് രോഗി പരിചരണ സേവനം മെച്ചപ്പെടുത്താൻ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണമെന്ന്, ഈ രോഗി പരിചരണം അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഹോസ്പിറ്റല് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഷാരോൺ ഒന്ന് വായിച്ച പോയിന്റ്സ്. Follow the correct way to diagnose the illness in time. Increase and improve access to physician. Recommend the right treatment.
offer cost-effective treatment plan. Last one, Provide quality care post-discharge. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ്സ് എടുത്തെടുത്തിന് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനസ് ഇൻ ടൈം. എന്താണ് അതിന്റെ അർത്ഥം? വേഗം പറഞ്ഞോളൂ. ഫോളോ ദ കറക്റ്റ് വേ ടു എന്താണ് ഡയഗ്നോസ് എന്ന് പറഞ്ഞാല്? കണ്ടെത്തുക, രോഗം നിർണ്ണയിക്കുക അല്ലെ? അപ്പൊ ഫോളോ ദ കറക്റ്റ്, അതായത് കൃത്യസമയത്ത് എന്ത് ചെയ്യണം? രോഗനിർണയം കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കി. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താണ് അവിടെ അർത്ഥമാക്കുക? ഇൻക്രീസ്, അതായത് പ്രവേശനം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താണ് മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതായത് പ്രവേശനം വർദ്ധിപ്പിക്കുക മീൻസ് നല്ല രീതിയിൽ, അതായത് കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ രോഗികള് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുള്ളൂ. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇപ്പൊ നല്ല ഫിസിഷ്യൻസിനെയും അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവരിക. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമല്ലേ പേഷ്യൻസ് വരുള്ളൂ. ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോവാണ്ടിരിക്കും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല ഫെസിലിറ്റീസുകൾ ഹോസ്പിറ്റലുകളിൽ ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. എന്താണ് അവിടെ അർത്ഥമാക്കുക? റെക്കമെൻഡഡ് റൈറ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായ ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുക. അതായത് ചികിത്സ റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് മീൻസ് എന്താണ്? ചികിത്സയ്ക്കുള്ള ഒരു അവകാശം, അതായത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളത് ശരിയായിട്ടുള്ളൊരു നമുക്ക് ചികിത്സ നേടാനുള്ള ഒരു റൈറ്റ് അവിടെ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എന്താണ് അർത്ഥമാക്കുക? എളുപ്പമല്ലേ? ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ്, ഫലപ്രദമായ ട്രീറ്റ്മെന്റ്, അതായത് ചെലവ് കുറഞ്ഞ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ വാഗ്ദാനം ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലെ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയാ മെഡിക്കൽ ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രൊവൈഡ് പോസ്റ്റ് ഡിസ്ചാർജ്. പോസ്റ്റ് എന്താണ്? ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം. പറഞ്ഞു, ശരിയാണ്. കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റിയുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ആള് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ആളെ അങ്ങനെ നോക്കാത്തൊരവസ്ഥ വരരുത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളോ അഡ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 7 days നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് 7th day നമ്മള് ഡിസ്ചാർജ് ചെയ്ത് പോലെയാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴും ഡോക്ടർ എന്ത് പറയും? ചിലപ്പോ ഒരു 3 days കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒന്നും കൂടി വരാനൊക്കെ പറയാറുണ്ട് ഇല്ലേ? ഉണ്ട് അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് നൽകുക, പേഷ്യൻസിന് നൽകുക. ഇത്രേ ഉള്ളൂ ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു 5 പോയിന്റ് ക്ലിയർ ആയല്ലോ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ 5 പോയിന്റ്സ് ആക്കി പറഞ്ഞത്. ദെൻ implementing strategies to improve patient-centered care. അതായത് പേഷ്യന്റ് സെന്റേഡ്, പേഷ്യൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേഡ് രോഗി കേന്ദ്രീകരണം ആക്കാൻ വേണ്ടി നമുക്ക് ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 1, 2, 3, 4, 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഈ ഓർഡറിൽ ഒന്ന് പഠിക്കണം കേട്ടോ. ഓർഡറിൽ തന്നെ കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചേ വേഗം. തുഷാര വായിച്ചോളൂ. ഓരോന്നും ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് ഓർഡറിൽ തന്നെ വായിക്കണേ. ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചോളൂ. Timely diagnosis of illness. Then increase access to physicians. Provide cost-effective treatments and quality care. Give unconditional love and support. Reduce unnecessary follow-up visits. ഓക്കെ, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനസ് അല്ലെ? എന്താണ് ടൈംലി ഡയഗ്നോസിസ് മീൻസ്? നമ്മൾ പറഞ്ഞു രോഗ നിർണയം നടത്തുക അല്ലെ? അപ്പോ ടൈംലി ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താണ്?
രോഗത്തിന്റെ എന്താണ് ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു രോഗനിർണയം. ഇന്ന സമയത്തിനുള്ളിൽ എന്താണ് രോഗം എന്ന് ടെസ്റ്റുകളിലൂടെയും എല്ലാം എന്ത് ചെയ്യണം, കണ്ടെത്തുക അല്ലെ. അതാണ് ടൈംലി ഡയഗ്നോസിസ് ഓഫ്, അതായത് കൃത്യസമയത്ത് രോഗത്തിന്റെ ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു രോഗനിർണയം. അത് എന്ന് വെച്ചാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് നൽകണ്ടേ. രോഗം കണ്ടുപിടിച്ചിട്ട് ശേഷമല്ലേ നമുക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് പ്രോപ്പർ ടൈമിലുള്ള രോഗനിർണയം നടത്തുക. ദെൻ സെക്കൻഡ് പോയിന്റ് വായിച്ചേ. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ എന്താണ് പറയുന്നത്? ഡോക്ടറിലേക്കുള്ള ഒരു പ്രവേശനം എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏകദേശം ആ ഒരു മീനിങ് തന്നെയാണ്. അതായത് നമ്മൾ രോഗം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഫിസിഷ്യനെയോ ആരെയാണ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യിക്കുക. ദെൻ പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. നമ്മൾ പറഞ്ഞു ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവർക്ക് നൽകുക. ദെൻ ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ. അതായത് എന്താണ്, ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ മീൻസ് എന്താണ്, ഒരു നിരുപാധികമായിട്ടുള്ള, അതായത് നല്ലൊരു രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലവും സപ്പോർട്ടും പേഷ്യൻസിന് കൊടുക്കുക. അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ, നല്ലൊരു പരിചരണവും. ഒരു നഴ്സിന്റെ ഭാഗത്തുനിന്നും ഒരു ഡോക്ടറിന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും അത് നല്ലൊരു സ്നേഹത്തോടെയുള്ള ഒരു വാക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു നമുക്ക് മറ്റൊരാളോട് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള അവരുടെ ഒരു എന്താ പറയാ, ആ ഒരു നമ്മളോടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിലുള്ള ഒരു നഴ്സസിന്റെ ഭാഗത്തു നിന്നും ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് മറ്റൊരാൾക്കും കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് പറയുന്നത്, അൺകണ്ടീഷണബിൾ ആയിട്ടുള്ള ഒരു ലവും അല്ലെങ്കിൽ സപ്പോർട്ടുമായിട്ട് പേഷ്യൻസിന് നിൽക്കുക. ദെൻ ഫോർത്ത് പോയിന്റ് ഏതായിരുന്നു? ഫോർത്ത് പോയിന്റ് അൺകണ്ടീഷണൽ ആയിരുന്നു. ലാസ്റ്റ് വൺ നോക്കാം കേട്ടോ. ലാസ്റ്റ് വൺ, റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. റെഡ്യൂസ് മീൻസ് കുറക്കുക അല്ലെ. അതായത് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ് എന്താണ് അവിടെ അർത്ഥമാക്കുക? അതായത് റെഡ്യൂസ് ചെയ്യുക. അൺനെസസറി മീൻസ് അധികം ആവശ്യമൊന്നുമില്ലാത്ത, അൺനെസസറി. നെസസറി മീൻസ് അത്യാവശ്യമുള്ളത് അല്ലെ. അൺനെസസറി അത്യാവശ്യമില്ലാത്ത സന്ദർഭങ്ങളിലുള്ള ആ വിസിറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കണം, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് അവരൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇനി അതൊന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കി. 3 പേരും ഒന്ന് വായിക്കാം കേട്ടോ ഈ 5 പോയിന്റ്സ്. നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടോ കയ്യിൽ? ഇപ്പൊ 3 പേരുടെയും കയ്യില് 3 പേരുടെയും കയ്യിലുണ്ടോ? ഓക്കെ, നിങ്ങൾ ആ ഒന്ന് ഹെഡിങ് കൊടുത്തേ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. ഹെഡിങ് കൊടുക്കാട്ടോ ആദ്യം. മിസ്സേ, ഈ ചാപ്റ്റർ PDF-ലുണ്ടോ? PDF കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ കണ്ടില്ല. ഓക്കെ, തുഷാര, ജാസ്മിൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് ടീച്ചർ, ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കിട്ടിയിട്ടില്ല അപ്പൊ PDF? ഉണ്ട് ടീച്ചർ, കിട്ടിയ. ഓക്കെ, എന്ത് പറ്റി ഷാരോൺ കിട്ടിയിട്ടില്ല? ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളെ കയ്യിലുള്ളവരൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ. നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി PDF ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഷാരോൺ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് സ്ക്രീനിൽ നോക്കി ഒന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഹെഡിങ് എഴുതിയോ നിങ്ങളെ 3 പേരും? യെസ് ടീച്ചർ. ഓക്കെ, ഇനി 1 എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് ആ ഫസ്റ്റ് പോയിന്റ് എഴുതാ. ഓർഡർ ആയിട്ട് തന്നെ എഴുതണം. 1 നമ്പർ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ എക്സാമിന് വരാം. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കേട്ടോ, കറക്റ്റ് തെറ്റരുത്. 1 എന്നിട്ടിട്ട് ഇതുപോലെ ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഫസ്റ്റ് 1 എഴുതാ, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഫസ്റ്റ് പോയിന്റ് എഴുതാ കേട്ടോ. നമ്പർ ഇടണേ, മാറിപ്പോകരുത്.
കഴിഞ്ഞില്ല ഒന്നാമത്തെ. ഇനി സെക്കൻഡ് പോയിന്റ് ഏതാ? 2 നമ്പർ ഇടാ. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. Increase access to physician. Then third point എഴുതാ. 3 എന്ന് എഴുതാ. Provide cost effective treatments and quality care. നോക്കി എഴുതാട്ടോ സ്ക്രീനില്. Then fourth ഏതാ? Give unconditional love and support. teacher. Okay. Fifth, reduce unnecessary follow-up visits. എഴുതിയോ 5 പോയിന്റ്സ് 3 പേരും? Yes, teacher. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതിനാണ് ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി എഴുതിച്ചത് കേട്ടോ. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോണേ കേട്ടോ. ഈ പോയിന്റ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കണം, കാരണം കുറച്ച് പോയിന്റ് കൂടി ഉണ്ടല്ലോ ബാക്കി. സെക്കൻഡ് പോയിന്റ് വായിക്കാം. ടു നോ ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഇത് ഏതിന്റെയാണ് ഈ പോയിന്റ് എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ പറഞ്ഞില്ലേ, എഴുതിയില്ലേ? ആ ഓരോ പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞായിരുന്നു, ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ. ഓക്കെ, ജാസ്മിൻ വായിച്ചോളൂ. രണ്ടാമത്തെ പോയിന്റ് വായിക്കട്ടോ. It's necessary to keep a pulse on hospital staff's performance at regular intervals. Happy staff will give better patient care. If patients are not satisfied with their visit, there is a possibility that patients will choose for services from another provider. Therefore, it's necessary to listen to the patients, which will make them feel strengthened. ഓക്കെ, വായിച്ചോ? 3 പേരും ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 3 പേരും ഒരു പ്രാവശ്യം കൂടി ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചോ 3 പേരും പാരഗ്രാഫ്? Yes, teacher. ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് വളരെ വളരെ നിർബന്ധം, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താ പറയുന്നത്? സ്റ്റാഫുകൾ ബെറ്റർ പേഷ്യന്റ് കെയർ നൽകണം. പേഷ്യൻസ് കെയർ കൊടുക്കുക. ദെൻ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ മറ്റ് ഹെൽത്ത് കെയറിലോട്ട് പോകാൻ സാധ്യത. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് പറയും, ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, നിങ്ങൾ അവിടെ പോകണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകണായിരിക്കും നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഒരു സെയിം കാര്യം തന്നെ കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരെ സ്ട്രെങ്തൻഡ് ഫീൽ ചെയ്യും. അവര് മറ്റൊരു ഇതിൽ തെരഞ്ഞെടുക്കും. ഓക്കെ, അപ്പോ ജാസ്മിൻ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസിനൊരു അവർക്കിടയിൽ ഒരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഇത് സ്റ്റാഫുകൾക്കിടയിൽ നല്ലൊരു റിലേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു സന്തുഷ്ടരായിട്ടുള്ള നല്ല രീതിയിലോട്ടുള്ള ഹാപ്പി സ്റ്റാഫ് അല്ലെ, അതായത് സന്തുഷ്ടരായിട്ടുള്ള
സ്റ്റാഫുകൾക്ക് മെച്ചപ്പെട്ട രോഗി പരിചരണം നൽകും അല്ലെ. അതായത് അവര് കൂടുതൽ ബെറ്റർ ആണെങ്കിൽ അവർക്കും കൂടുതൽ പേഷ്യൻസ് കെയറുകൾ അതോടൊപ്പം നൽകാൻ പറ്റും. അവരുടെ ജോലിയിൽ സ്ട്രെസ് ആണെങ്കിൽ അവർക്ക് അതുപോലെ അല്ലെ ചിലപ്പോൾ പേഷ്യന്റിനോട് ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറും എങ്കിൽ പോലും അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചിലപ്പോൾ പെരുമാറാനായിട്ട് സാധിക്കില്ല. ഇഫ് പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? there is a possibility that patients will choose for service from another provider. അവര് രോഗി അവരുടെ സന്ദർശനത്തില് തൃപ്തരല്ല എങ്കിൽ രോഗി എന്ത് ചെയ്യും? മറ്റൊരു ദാതാവ് അല്ലെങ്കിൽ അവരുടെ മറ്റൊരു സേവനം തിരഞ്ഞെടുക്കും, വേറൊരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും. വിച്ച് വിൽ മേക്ക് ദം ഫീൽ സ്ട്രെങ്തൻ അല്ലെ. അതിനാൽ രോഗികളെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ മെയിൻ ആയിട്ട് രോഗികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ആ ഒരു സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. കുഴപ്പമില്ലല്ലോ, നിങ്ങൾ കുറച്ചിങ്ങനെ വളച്ചൊടിച്ച പോലത്തെ സെന്റൻസ് ആണ് അത്. അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. വേറെ ഇത്ര ഒന്നുമില്ല, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് പേഷ്യൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, സ്റ്റാഫിനും അതുപോലെ നല്ല രീതിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? ബെറ്റർ ആയിട്ടുള്ള വേറൊരു അത് ചൂസ് ചെയ്യും. അതായത് വേറൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറൊരു ട്രീറ്റ്മെന്റ്സ് അവര് ചൂസ് ചെയ്യും. അത്ര മാത്രമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്, ഇതും കൂടി നമുക്കൊന്ന് പറയണം, ഇത് കൂടി എടുക്കണം. നമുക്ക് ക്ലാസ് അതിന്റെ പേരായല്ലോ, 10 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, നോക്കാം. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? ഇനി ഇതുപോലെ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. എളുപ്പമാണ്, നോക്കാം എന്തൊക്കെ സാധിക്കുന്നതാണ് പറയാ. ഓക്കെ, തുഷാര വായിച്ചോളൂ. ആ പോയിന്റ്സുകള് ചെറിയ പോയിന്റ്സ് അല്ലേ, വായിച്ചോളൂ കേട്ടോ. Generate a workable and friendly atmosphere for staffs. Ensure hospital staff understand their responsibilities. Conduct hospital employee satisfaction surveys. Motivate non-performers to enhance their performance. Reward best performers. ഓക്കെ, തുഷാര ഫസ്റ്റ് എന്താണ് പറയുന്നത്? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫിന് ജോലി ചെയ്യാൻ പറ്റുന്നതും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ജനറേറ്റ് ചെയ്യണം. പ്രവർത്തനക്ഷമതാവും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യാ? ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, ജനറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഇപ്പൊ ഒരു ജോലിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, നമുക്ക് ആ വർക്കിൽ അത് ബാധിക്കും അല്ലെ. ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത് ബാധിക്കും. സോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അതായത് അവരുടെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത് അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നത് എൻഷുർ ആക്കുക, ഉറപ്പുവരുത്തുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ജാസ്മിൻ, മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. Conduct hospital employee satisfaction survey. എന്താണ് അവിടെ പറയുന്നത്? ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, സർവേക്ക് ക്വസ്റ്റിനെയർ കൊടുക്കും. ശരിയാ, ഗുഡ് ഓർ ബാഡ് എന്നൊക്കെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ദെൻ ഷാരോൺ നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. Motivate non-performers to enhance their performance. അവിടെ എന്താ പറയുന്നത്? മോട്ടിവേറ്റ് അല്ലൊരു മോട്ടിവേറ്റ് പെർഫോമൻസ് ചെയ്യാൻ. അതായത് ഇപ്പൊ മോട്ടിവേറ്റ് ചെയ്യുക, അതായത് അവരെ കുറച്ചും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? പ്രചോദനം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. ഇപ്പൊ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും, നോർമൽ ആയിട്ട് ഇടത്തരം രീതിയിലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടി എന്ത് ചെയ്യാൻ? മോട്ടിവേറ്റ് കൊടുക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കും കൂടി നോൺ പെർഫോമേഴ്സിനും കൂടി എന്ത് ചെയ്യാം? മോട്ടിവേഷൻ കൊടുക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ് ഷാരോൺ അയച്ചോ, ലാസ്റ്റ് പോയിന്റ് കൂടി. റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. റിവാർഡ് കൊടുക്കുക. എന്താണ് റിവാർഡ്? മികച്ച പ്രകടനത്തിന് അതിനുള്ള ഒരു പ്രതിഫലം റിവാർഡ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റാഫ് പെർഫോമൻസിന് നമ്മൾക്ക് ചെയ്യാൻ, സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് 3 പേരൊന്ന് 5 പോയിന്റ്സ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. 5 പോയിന്റ്സ് നമ്മളിപ്പോ വായിച്ച
5 പോയിന്റ്സ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു 5 പോയിന്റ്. Yes, teacher. ഓക്കെ, വേറെ ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ചില ഭാഗങ്ങള് അല്ലെ, മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ആ പ്രോപ്പർ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണോ അത് തന്നെ ഒന്ന് പഠിക്കാം. വേറെ എക്സ്ട്രാ ഒന്നും അതിൽ കൂടുതൽ പഠിക്കണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏതാണോ അതൊന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ടീച്ചർ പറഞ്ഞു ഒബ്ജക്റ്റീവ് നമ്മൾ ഇന്ന് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് റീസൺസ് വൈ ഡു യു ഷുഡ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തിനാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള റീസൺസ്, കാരണങ്ങളാണ് നമ്മൾ ഓരോ പോയിന്റ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ പഠിച്ചു വന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസിന് പറഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ ടോപ്പ് ടയറിൽ പറയുന്നത്? അതായത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത്. നമുക്ക് പറഞ്ഞു രോഗിയുടെ ഒരു പരിചരണ സേവനങ്ങൾ നൽകുന്നത് ആ ഒരു പേഷ്യന്റ് എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഒരു കേന്ദ്രത്തെ അപേക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും ആ ഒരു ടീം നൽകുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണ സേവനത്തെ നേരിട്ട് ആശ്രയിച്ചിരിക്കും അല്ലെ. അങ്ങനെ അവരെ ആശ്രയിച്ചിരിക്കും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഈ രോഗികളുടെ സുപ്രധാന വിവരങ്ങൾ എല്ലാം എടുക്കുന്ന നഴ്സസിന് ശരിയായ ചികിത്സ നൽകുന്ന ആ ഒരു അപ്പോയിന്റ്മെന്റ് റിസപ്ഷനിൽ നിന്ന് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിഷ്യനെയോ അല്ലെങ്കിൽ മറ്റു സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടറുകളെയോ പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകാര് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ സർവീസിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പ്രോപ്പർ ആയിട്ട്. നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കറക്റ്റ് ഡയഗ്നോസിസ് ആ ഒരു ടൈമിൽ കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്? ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് വർദ്ധിപ്പിക്കുക. പിന്നെ റൈറ്റ് ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുക. ഓഫർ കോസ്റ്റിലുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പ്ലാൻസുകൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും നല്ലൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസിൽ വരുന്ന ഒരു 5 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് 5 കാര്യങ്ങൾ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓർഡർ മാറിപ്പോകരുത്. അതാണ് ഒരു പ്രത്യേകം ഇങ്ങനൊരു ഫ്ലോ ചാർട്ട് മോഡലിലൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ നമ്മൾ സെക്കൻഡ് പോയിന്റ് വിശദീകരിച്ചു. ടു നോ പെർഫോമൻസ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ടു നോ അതിനകത്ത് അതായത് കൃത്യമായിട്ടുള്ള അതായത് ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ഞാൻ പറഞ്ഞു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി പേഷ്യൻസ് അവരുടെ ആ ഒരു ചികിത്സയിലും അവരുടെ ആ ഒരു സമീപനത്തിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? നെക്സ്റ്റ് വേറൊരു പ്രൊവൈഡറെ തേടും. മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. സോ രോഗി അവരുടെ സന്ദർശനത്തിൽ എന്തായിരിക്കണം? നല്ലൊരു സംതൃപ്തി ആയിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നഴ്സസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ രോഗികൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ചെയ്തു കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ് അല്ലെ. സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? വർക്കബിൾ ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ സ്റ്റാഫിന് നൽകുക. ദെൻ എൻഷ്യൂർ ഹോസ്പിറ്റൽ സ്റ്റാഫ് റെസ്പോൺസിബിലിറ്റീസിനൊക്കെ ഒന്നുകൂടി എൻഷ്യൂർ ചെയ്യണം. പിന്നെ സർവീസുകൾ കണ്ടക്ട് ചെയ്യുക, മോട്ടിവേറ്റ് കൊടുക്കുക. നല്ല പെർഫോമൻസിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡ്സ് നൽകുക. നമ്മൾ ഈ 2 പോയിന്റ്സ് മാത്രം വരെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്കൊരു 3 പോയിന്റ്സും കൂടി ഉണ്ട് അല്ലെ. ഒരു 3 ഉണ്ട്, 4, 5. ഓക്കെ, 5 പോയിന്റ് ആണ്. ഇനി ബാക്കിയുള്ള ഒരു 3 പോയിന്റ്സ് കൂടി കവർ ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് സെക്ഷൻസ് ആണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും നമ്മൾ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് 3 പേർക്ക് ക്ലിയർ ആയോ? ഒരുപാട് എടുക്കുന്നില്ല, കാരണം 3 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുത്തെടുത്ത് പോകുന്നത് കേട്ടോ. കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ല ഇന്നത്തെ?
Yes. നമുക്ക് ചില പോർഷൻസ് ഇത്തിരി ടഫ് ആയിരിക്കാം, പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. കുഴപ്പമില്ല, നമ്മള് എന്താണെന്ന് നിങ്ങൾ തന്നിരിക്കുന്നത് മാത്രം ഒന്ന് പഠിച്ചു പോവാട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയി തന്നിരിക്കുന്ന PDF-ലുള്ളത് മാത്രം പഠിക്കുക. പിന്നെ ടീച്ചർ ഇതുപോലെ എക്സ്ട്രാ നോട്ടായിട്ട് തരുന്നില്ലേ, അത് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി 1:30. ഓക്കെ, 3 പേരും ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചായിരുന്നു നിങ്ങള്? ഓക്കെ, വായിച്ചെങ്കിലും നോക്കാട്ടോ. കാരണം നമ്മളെ ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടൂല അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതിനിടയിൽ നിന്നൊക്കെ പഠിക്കുന്നവരുണ്ടാവില്ലേ? നിങ്ങൾ 3 പേരും റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരാണോ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷമാണോ ഒരു കോഴ്സ് ചെയ്യുന്നത്? നിങ്ങൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പഠിച്ചവരാണോ? ഇല്ല. ഓക്കെ, പല പല സെക്ഷനിൽ നിന്നായിരിക്കും അല്ലെ. റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷമാണോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്? എല്ലാവരും ഗ്യാപ്പിന് ശേഷമാണ്. ഓക്കെ, എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? എന്താ? 3 വർഷം. ഓക്കെ, നമ്മളെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടൊക്കെ പഠിക്കുമ്പോ നമുക്ക് ആ ഒരു പഠനത്തിൽ അതിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് പ്രോപ്പർ ആയിട്ട് ചിലപ്പോ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കില്ല, ഇന്ന് വായിച്ചിട്ട് ചിലപ്പോ നാളെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ, റിവൈസ് ചെയ്ത് നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിച്ച് പോണോട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് പരീക്ഷയുടെ ടൈമിൽ എല്ലാം കൂടി പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. ലാസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതി. ഡേ ടു ഡേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതുവരെ ഒന്ന് ക്ലിയർ ആയിട്ട് വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും വായിച്ചെങ്കിലും ഇരിക്കണം കേട്ടോ. ഷാരോൺ, നമുക്ക് PDF ഇല്ലാന്നുണ്ടെങ്കിലേ ഓക്കെ കൊടുക്കണേ. ഓക്കെ, താങ്ക് യു. Thank you, miss.